പൊതുകാര്യ പ്രസക്തനും കലാപ്രേമികളുടെ പ്രിയപ്പെട്ടവരുമായ ശ്രീ ചന്ദ്രസേനൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ശബ്ദം കൂട്ടി വെക്കടാ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഞാൻ പ്രതീക്ഷയിൽ നന്നായിട്ട് കൂയി കൊള്ളാം. ഇന്നെനിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായാലും സന്തോഷമുണ്ട്. പക്ഷെ ഇന്നലെ നിങ്ങളിൽ ഒരുവനായി ദാ ഇവിടെ നിന്ന് ഇതിലും ശക്തമായിട്ട് കൂവിയിട്ടുള്ളവനാണ് ഞാൻ. കൂവി തെളിഞ്ഞവനാ. അതുകൊണ്ട് തെളിയാത്തവരെ നന്നായിട്ട് ഓരിയിടണം, ശബ്ദം നന്നാവും. അല്ലടോ? താങ്ക് യു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കേരള ജനതയുടെ പുതിയ ആവേശം ശ്രീ ചാലക്കുടി മണികണ്ഠന്റെ കലാപരിപാടികൾ ഉടനടി ആരംഭിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കുറച്ചു മുമ്പ് ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു ഓപ്പറേഷനിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ഈ പരിപാടികൾക്ക് വിടുത്തുക. അത് ഒരു കുറവായി കണക്കാക്കാതെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതാ അദ്ദേഹത്തിന്റെ വണ്ടി നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മണികണ്ഠൻ കീ, മണികണ്ഠൻ കീ, മണികണ്ഠൻ കീ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ശ്രീ മണികണ്ഠനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മക്കളെ പിടിച്ചേ. എന്റെ ശബ്ദം കീറിയെടുത്തില്ലേ പരസ്യമായിട്ട് കളിയാക്കുന്ന പന്നി. കളിക്കരുത്, എനിക്ക് നോവുന്നുണ്ട്. നിന്റെ നാടൻ പാട്ടിനേക്കാൾ നല്ല നാടൻ അടിപണി ഞാൻ കാണിച്ചേരടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മയ്ക്ക് അവിടെ ആകെ കുഴപ്പാ. വേഗം വാ. എന്ത് കുഴപ്പടാ? അമ്മയ്ക്ക് വിളിക്കുന്നോടാ. നിന്നെ എടുത്തോളാ. നിന്നെ കുറിച്ച് 100 പരാതികൾ കേൾക്കുമ്പോഴും ഒന്നോർത്ത് ഞാൻ അഭിമാനിച്ചിരുന്നു. ചീത്ത സ്വഭാവമൊന്നും ഇല്ലല്ലോ എന്ന്. ഇന്നതും കേട്ടോ? ആരെന്ത് പറഞ്ഞു എന്നാ അമ്മ ഈ പറയുന്നത്? ശബരിമലയ്ക്ക് പോവാന്നും പറഞ്ഞ് ഇവിടുന്ന് കെട്ടുമെടുത്തിട്ട് ഗോവയ്ക്ക് പോയത് സത്യമല്ലടാ. ഓ ശരിയാണ് എന്ന് കരുതി ഞാനൊരു പെണ്ണിന്റെ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി ഈ തറവാട് തേടി വന്ന് യാചിച്ച ആ കാർന്നോരെ അവിശ്വസിക്കാൻ എനിക്കാവില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ നീ നശിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ ആ തൊണ്ട ഇടറിയിരുന്നു. നീ മൂലം ഒരാളെ മുറ്റത്ത് വന്ന് കണ്ണീരൊഴുക്കുന്നതാണ് എനിക്ക് കഴിയില്ല. നീ കാരണം ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനും എനിക്കാവില്ല. ആ കുട്ടി ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയണ്ട. മരുമകളായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. വിളിച്ചോണ്ട് വേടാ അവളെ. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ നീ എന്റെ മുമ്പിൽ വരരുത്. എനിക്ക് നിന്നെ കാണണ്ട. വയ്ക്കോ. നീ ചിന്തിക്കുന്നത് കല്യാണം മുടങ്ങിയതിനെ കുറിച്ചാണോ? അല്ല, നമുക്ക് ഒരേ റൂട്ട് ചിന്തിക്കാവുന്ന കരുതിയാ. കല്യാണം മുടങ്ങി എനിക്ക് പുല്ലടാ. അവള് പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണ്. അമ്മയ്ക്ക് പകരം മറ്റൊരു അമ്മയെ കിട്ടില്ലല്ലോ. വിശ്വസിക്കണില്ലടാ എന്നെ. അമ്മ പിണങ്ങിയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സേന, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാ അറിയാതെങ്ങാനും ഒരു അറിയാതെ എങ്ങനെയാ ഇത് നടക്കണം? അറിയാതൊന്നും നടക്കില്ലല്ലേ? നീ ഒറ്റൊരുത്തനെ എല്ലാത്തിനും കാരണം ചവിട്ടീന്റെ. ഞാനല്ല, ആരോ നിന്നെ വെച്ച് കളിക്കുന്നുണ്ട് ഉറപ്പാ. ഇനിയിപ്പോ എന്റെ ഛായയുള്ള മറ്റാരെങ്കിലും. ശരിയാ, ആ കൂടെ ഉണ്ടായിരുന്ന പുളവൻ വക്കീൽ ആ കിളവ മുത്തച്ഛനോട് പറയാ, ഇതാ പെരുവണ്ണാപുരത്തുകാരൻ ഡോക്ടർ നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞ പോലെ ആണെങ്കിലോന്ന്. ഡോക്ടർ നന്ദകുമാർ
ചേടാ ഇതേ പേര് തന്നെയാണല്ലോ അന്ന് ഗാനമേളക്കിടയിൽ അടി നടന്നപ്പോഴും ആരാത് ആ ചാലക്കുടി മണികണ്ഠന്റെ ആൾക്കാർ വിളിച്ചു പറഞ്ഞത്. എങ്കിലാ ഡോക്ടറെ കണ്ടുപിടിച്ച് ശരിക്കൊന്ന് കുറഞ്ഞ സത്യം പുറത്തു വരും. വാ. ഒരല്പം ക്രിട്ടിക്കലാണ്. പേഷ്യന്റ് തിയേറ്ററിലേക്ക് മാറ്റിക്കോളൂ. എന്താ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഈ ഡോക്ടർ നന്ദകുമാറിന്റെ റൂം ഏതാ? എടോ എനിക്ക് ചെവിട് കേട്ടൂടെ? ലെഫ്റ്റ് പോയി 5th ഫ്ലോർ. അന്ന് പിന്നെ പറഞ്ഞൂടെ? പേരെന്താ? വാടവിടെ. ഡോക്ടർ സ്വന്തം മുറി മറന്നായിരിക്കും. ഡോക്ടർക്ക് മെന്റൽ പ്രോബ്ലം വല്ലതും ഉണ്ടോന്നാ സംശയം. ആവോ. ഈ നന്ദകുമാർ. ആ പേഷ്യന്റിനെ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? സിസ്റ്റർ, തിയേറ്ററിൽ ഏത് പടാ കളിക്കുന്നത്? ആ. ആണോ? ഏ? ഡോക്ടർ ഹായ്. ഏത് ഫ്ലോറിലേക്കാ? മിണ്ടൂല്ലേ? ഡോക്ടർ, ബി ബ്ലോക്കിലെ 62 നമ്പർ പേഷ്യന്റിന് പെയിൻ മാറുന്നില്ല. ഡോസേജ് കൂട്ടിയിട്ട് ഓവറൻ കൊടുക്കട്ടെ? ഓ, അത് കുറച്ച് ഓവറായിട്ട് കൊടുത്തോളൂ. പിന്നല്ല, സംശയമൊക്കെ നമ്മളെടുത്താ ചോദിക്കണം. വരട്ടെ. ഈശ്വരാ, ഇതെന്താ ഡബിൾ റോളോ? ആരാ നീ? ഞാൻ ചന്ദ്രസേനൻ. നീയാണോട് ഒരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്റെ തലയെ കെട്ടിവെച്ചത്? അനാവശ്യം പറയരുത്. നായിന്റെ മോനെ ഒന്നുകളയും ഞാൻ. എല്ലാത്തിനും കാരണക്കാരൻ. അയ്യോ ഞാനല്ല. ചാലക്കുടി മണികണ്ഠന്റെ ശബ്ദം കളഞ്ഞത് താനാണോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ അടി കൊടുത്ത പിഴപ്പിച്ചതിന്റെ നഷ്ടം കൊടുക്കാന്ന് ഇയാൾ പറയും. ആ എന്നെ തല്ലരുത് പ്ലീസ്. ഞാനൊരു ഡോക്ടറാ. എന്താ ഡോക്ടറെ തല്ലാൻ പാടില്ല നിയമമുണ്ടോ? അയ്യോ സത്യമായിട്ട് ഞാനൊരു പാവാ. ആര് പറഞ്ഞു? ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഈ ഹോസ്പിറ്റൽ വിട്ടൊരു ലോകം എനിക്കില്ല. 3-4 ദിവസം മുമ്പ് ഏതോ ഒരു പെണ്ണിനെ ഞാൻ വഞ്ചിച്ചു എന്നും പറഞ്ഞ് 2 പേര് എന്റെ വീട്ടിലും വന്നിരുന്നു. അത് കേട്ട് എന്റെ വൈഫ് പിണങ്ങിപ്പോയി. ഗോഡ് പ്രോമിസ്. പിന്നെ ആരാടാ അതിന്റെ പുറയില്? അതെനിക്കറിയില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ എന്റെ അടുത്തെത്തി? നിങ്ങളുടെ പേരാ പെണ്ണിന്റെ മുത്തച്ഛനോട് പൊളവും വക്കീല് പറഞ്ഞ ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് വന്നവര് സെന്റ് തെരേസാസ് കോളേജിലെ ഒരു കോച്ചിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതൊരു CBI അന്വേഷണം പോലെ ഉണ്ടല്ലോ. ഡോക്ടറേ ദാ ഒരേപോലത്തെ 3 എണ്ണത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇപ്പൊ മനസ്സിലായി എല്ലാത്തിന്റെയും പിന്നിൽ ഇവനാണെന്ന്. നിങ്ങളിൽ ആരുടെ അച്ഛനാ ഇത്ര വലിയ കള്ളൻ? നിന്റെ അച്ഛൻ. എങ്കിൽ ഇത്ര നീളം വരത്തില്ല. ഏയ്, ഞാൻ 3ന്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഒരേപോലെ 9 പേരുണ്ടാവും ഭൂമിയില്. ഓ, അതിന് 3 എണ്ണം മലയാളികള്. ബാക്കി ഇനി എവിടെയാണാവോ? കോണാത്തില്. കൊണാർക്കില്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഹലോ. എക്സ്ക്യൂസ് മീ. ആരാ 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 എന്നാ വേണം? ഇങ്ങോട്ട് വാടാ. അയ്യോ, കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന കേട്ടിട്ടുണ്ടോടാ? കാര്യം പറയാതെ തന്നെ തല്ലാനുള്ള അധികാരേ എന്റെ അപ്പന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ചെയ്യാത്ത തെറ്റിന് മെക്കെട്ട് കയറാനുള്ള അധികാരം ഒരു തണ്ടിക്ക് ഞാനും കൊടുത്തിട്ടില്ലടാ. എടാ ഊയെ, ഞാൻ ചെയ്ത തെറ്റന്നാ. കാശ്മീർ പ്രശ്നത്തിൽ കൈ കടത്തിയത് ഇനി ഞാനത് വിവരിക്കണോ? അനുപമ എന്നൊരു പെൺകുട്ടിയെ ഗോവയിൽ വെച്ച് നശിപ്പിച്ചത് നീയല്ലടാ. നീയൊക്കെ നശിപ്പിച്ചതേ ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതം. ആണ്ടെ, നിങ്ങൾക്കറിയാമോ, കർത്താവാണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവം കാരണമാ
6 വർഷം ഞാൻ പ്രേമിച്ച് കിടന്ന എൻ്റെ അൽഫോൺസായി എനിക്ക് നഷ്ടപ്പെട്ടത്. ആ പെണ്ണിന്റെ പേരും പറഞ്ഞ് ഒരിക്കലും ഒരുത്തൻ എന്നെ തല്ലാൻ വന്നു. അന്ന് അവന്റെ കാലി ഞാൻ തല്ലി ഓടിച്ചു. അതല്ലാതെ അവളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയുകയില്ല. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇതാ എന്നെ കൊന്നു. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? ഒരേപോലെ രൂപസാദൃശ്യമുള്ളവർ മാത്രം കണ്ടുപിടിച്ച് ഇതിലെന്തോ ചതിയുണ്ട്. നമുക്ക് പോവാനോ? ഓ പോലീസിൽ പരാതിപ്പെടാം. വേണ്ട വേണ്ട, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. അവളെ ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയായാലും ശരി, ഈ സേന വെറുതെ വിടില്ല മക്കളെ.